ആൺസുഹൃത്തിന്റെ വീട്ടിൽ കടന്നുകയറിയ യുവതി കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച വിവരം ഇന്നലെയാണ് പുറം ലോകമറിഞ്ഞത്. മുട്ടത്തറ വടുവത്ത് ക്ഷേത്രത്തിനു സമീപം SN നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയുടെ ആൺസുഹൃത്ത് അരുണിന്റെ വീട്ടിൽ വെച്ചായിരുന്നു സുഹൃത്തായ സിന്ധു എന്ന യുവതി ആത്മഹത്യ ചെയ്തത്. സഹപാഠികളായിരുന്ന ഇവർ 6 വർഷം മുമ്പ് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് വീണ്ടും സൗഹൃദത്തിലാകുന്നത്. എന്നാൽ യുവാവിന്റെ വിവാഹം ഉറപ്പിച്ചതിന് പിന്നാലെ ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞുവെന്നും പോലീസ് പറഞ്ഞു. ഇവരുടെ ഈ സൗഹൃദത്തിനിടയിൽ യുവതി പലതവണ അരുണിന് സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടോ എന്നും യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. അവിവാഹിതനായ അരുൺ മറ്റൊരു വിവാഹം കഴിക്കാൻ നീക്കം നടത്തുന്നു എന്ന വിവരം അറിഞ്ഞതിന് തൊട്ടുപിന്നാലെയാണ് യുവതി യുവാവിന്റെ വീട്ടിൽ കടന്നുകയറി മുറിക്കുള്ളിൽ ആത്മഹത്യ ചെയ്തത്. തടയാൻ ശ്രമിച്ച യുവാവിന്റെ ബന്ധുവിനെയും യുവതി തള്ളി തറയിലിട്ടു. ഉള്ളിൽ കയറി കതകടിച്ച് കുറ്റിയിട്ടു. യുവാവിന്റെ ബന്ധു ബഹളം വെച്ചെങ്കിലും മുറി തുറന്നില്ല. പിന്നീട് നാട്ടുകാരും പൂന്തുറ പോലീസും സ്ഥലത്തെത്തി മുറി ചവിട്ടി തുറന്നെങ്കിലും യുവതി മരിച്ചിരുന്നു. അരുണിനെ പൂന്തുറ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. സമീപകാലത്തായി കരുനാഗപ്പള്ളിയിലും സമാനമായ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന വിജയലക്ഷ്മിയെ തന്റെ ആൺസുഹൃത്താണ് കൊന്നു കുഴിച്ചു മൂടിയത്. ദൃശ്യം സിനിമ പലതവണ കണ്ട് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത്തരമൊരു ക്രൂരകൃത്യം താൻ ചെയ്തതെന്ന് അന്ന് വിജയലക്ഷ്മിയുടെ ആൺസുഹൃത്തായ ജയചന്ദ്രൻ പറഞ്ഞിരുന്നു. ഇവർ തമ്മിൽ പല സാമ്പത്തിക ഇടപാടുകളും നടത്തിയിരുന്നു. ഇതേ ചൊല്ലി പലപ്പോഴും തർക്കങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് പ്ലെയർ ഉപയോഗിച്ച് വളരെ ക്രൂരമായി വിജയലക്ഷ്മിയുടെ തലയ്ക്കടിച്ചാണ് ജയചന്ദ്രൻ ഇവരെ കൊലപ്പെടുത്തിയത്. പേടിപ്പെടുത്തുന്ന കൊലപാതകം തന്നെയാണ് കരൂരിലെ വിജയലക്ഷ്മിയുടേത്. അവിഹിതവും സാമ്പത്തിക ഇടപാടുകളും തുടങ്ങിയ എല്ലാ ചേരുവകളും ഈ 2 കുറ്റകൃത്യങ്ങളിലുമുണ്ട്. ജീവിതത്തിന്റെ നല്ലൊരു ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയവർ പിന്നീട് ഒരു കൂട്ട് വരുമ്പോൾ അതിലേക്ക് പോകുന്നതിൽ തെറ്റില്ല. ഏത് പ്രായത്തിലും പ്രണയിക്കുന്നതിൽ തെറ്റില്ല. ഏതൊരു പ്രണയബന്ധങ്ങളിലും സാമ്പത്തിക ഇടപാടുകളും അസ്വാരസ്യങ്ങളും സ്വാഭാവികമാണ്. പ്രണയിക്കാം ജീവനോളം. പക്ഷേ ജീവനേക്കാൾ ഏറെയാകുമ്പോൾ നിസ്സംശയം പറയാം, പ്രണയം തന്നെ ഒരു വില്ലനാകും.